രാവിലെ തണുപ്പത്തൊരു റൈഡ് പോകാമെന്ന് വിചാരിച്ചു. റൈഡ് ചവിട്ടി വന്നപ്പോൾ ഒരു ചായ കുടിച്ചാലോ എന്ന് ആലോചിച്ചു. അങ്ങനെ ഒരു ചായക്കട നിർത്തി ചായയൊക്കെ വാങ്ങിച്ച് നമ്മുടെ സൈക്കിൾ കുട്ടനെ ഉണ്ട് കേട്ടോ. ഈ രാവിലെ ഈ തണുപ്പത്ത് ഈ റൈഡൊക്കെ നിർത്തി ഒരു ചായ കുടിക്കാനൊക്കെ അതൊക്കെ വേറൊരു വൈബാണ് കേട്ടോ. അങ്ങനെ ചായ കുടിയൊക്കെ കഴിഞ്ഞ് നേരെ ഇപ്പോൾ പോകുന്നത് കല്ലാറിലോട്ടാണ് കേട്ടോ. നല്ല അടിപൊളി വ്യൂ ഒക്കെയാണ് ഇവിടെ. എല്ലാവർക്കും അറിയാം, പ്രധാന സൈക്ലിസ്റ്റുകളുടെ ഒരു സ്പോട്ടാണ് ഈ കല്ലാറൊക്കെ എന്നാണ് പറയുന്നത്. ഇപ്പോൾ നമ്മളെ പൊന്മുടി റൂട്ടുണ്ടല്ലോ, ഇപ്പോൾ ഇവിടെ പുതിയ ബാരിക്കാഡൊക്കെ കെട്ടിയിട്ടുണ്ട്. പക്ഷേ ഇതൊക്കെ കെട്ടിയിരിക്കുന്നത് നല്ല കാര്യം തന്നെ കേട്ടോ. കല്ലാറിലൊക്കെ ഒഴുക്കപ്പെട്ട് കുറേ പേർക്ക് അപകടം പറ്റിയിട്ടുണ്ട്. അങ്ങനെ കുറേ നടന്ന് ആ പൊന്മുടിയിലെ ആ കല്ലാറിൻ്റെ റോഡൊക്കെ കഴിഞ്ഞ് നമ്മുടെ ഈ സൈക്കിൾ കുട്ടനെ കൊണ്ട് നേരെ നമ്മുടെ കല്ലാർ ടോപ്പ് വ്യൂ ഉണ്ട്, അവിടെ അങ്ങോട്ടേക്ക് പോവുകയാണ്. പക്ഷേ ഈ വേറൊരു വൈബെന്ന് പറഞ്ഞാൽ ഈ കാട്ടിൽ കൂടെയൊക്കെ ഇങ്ങനത്തെ ഒറ്റയ്ക്ക് ഈ ചവിട്ടുന്നതിൻ്റെ ഒരു സുഖം എന്ന് പറഞ്ഞാൽ അത് വേറെ ഒരു ഫീലാണ് കേട്ടോ. ഈ നമ്മൾ ഈ ചവിട്ടുമ്പോൾ തന്നെ ഒരു പ്രത്യേക ഒരു വൈബാണ് നമുക്ക് വരുന്നത്. കണ്ടില്ലേ, നല്ല അടിപൊളിയാണ് ഇവിടെ ഈ സ്ഥലങ്ങളൊക്കെ. ഇങ്ങനെയൊക്കെ ഈ സ്ഥലങ്ങളൊക്കെ കാണാനൊക്കെ ആയിട്ട് നല്ല രസമാണ്. പിന്നെ അതുപോലെ പ്രത്യേക വൈബുമാണ്. പിന്നെ ചെറിയ തണുപ്പും ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ ചവിട്ടിക്കൊണ്ട് പോകാനും അതുപോലെ കുറച്ച് തേരുണ്ട് കേട്ടോ. അപ്പം തേരി എന്ന് പറഞ്ഞാൽ കയറ്റമാണ് കേട്ടോ. അപ്പം കയറ്റം ഇങ്ങനെ ചവിട്ടി പോവുകയാണ്, 100-110 സ്പീഡിൽ ഇങ്ങനെ ചവിട്ടി പോവുകയാണ് കേട്ടോ. എന്തായാലും കുഴപ്പമില്ല, നല്ല തളർച്ചയുണ്ട്. എന്നാലും ആ തളർച്ചയൊക്കെ ഈ പ്രകൃതി രമണീയമായ ഈ സ്ഥലങ്ങളൊക്കെ കാണുമ്പോൾ ആ തളർച്ചയെല്ലാം നമുക്ക് മറന്നു. അങ്ങനെ കുറേ നേരത്തെ ചവിട്ട് കഴിഞ്ഞ് നമ്മുടെ ടോപ്പ് വ്യൂവിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ നിന്നാണ് ഈ പൊന്മുടിയിലേക്ക് പോകേണ്ട പാസ്സൊക്കെ എടുക്കുന്ന സ്ഥലം. എന്തായാലും രാവിലത്തെ ഒരു റൈഡൊക്കെ കഴിഞ്ഞതാ ഇവിടെ നമ്മൾ സ്പോട്ടിലെത്തി. പക്ഷെ എന്തായാലും എന്ത് റൈഡ് കൊള്ളായിരുന്നു. നല്ല തണുപ്പും ഉണ്ടായിരുന്നു കേട്ടോ ചവിട്ടാനൊക്കെ. അപ്പം ഞാൻ ഈ സ്ഥലത്ത് മേലോട്ട് പൊന്മുടിയിലോട്ട് പോകുന്നില്ല. ഈ സ്ഥലത്തോട്ട് വിടവടഞ്ഞ് ഞാൻ വീട്ടിലോട്ട് പോവുകയാണ്. ബൈ.